ഉചിതമായ നടപടി അതിൻ്റേതായ സമയത്തെടുക്കും. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന പ്രസിഡന്റ്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്, രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അസംബ്ലി ചേരുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് MLA അല്ല അദ്ദേഹം എന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് MLA-മാരുടെ സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റിയിരുത്തി, മാറ്റിയിരുത്തി. അദ്ദേഹം ഭരണകക്ഷിയിലുമല്ല പ്രതിപക്ഷത്തുമല്ല അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. അദ്ദേഹത്തിന് നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെതായ യാതൊരു സംരക്ഷണം ഉണ്ടായില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി എനിക്ക് കിട്ടിയപ്പോൾ, എനിക്ക് കിട്ടിയ മിനിറ്റുകൾക്കകം ഞാനത് DGPക്ക് ഫോർവേഡ് ചെയ്തു. അതിൽ നടപടിയെടുക്കാൻ DGPയോട് ആവശ്യപ്പെട്ടു. പരാതിക്കാരിയോട് അതിന്റെ മറുപടിയും കൊടുത്തു. സംഘടനാപരമായി ഇത്രയും നടപടികൾ സ്വീകരിച്ചു നിൽക്കുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ, അതിനേക്കാൾ കടുത്ത നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ അക്കാര്യത്തിൽ പാർട്ടിയുടെ എന്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടികൾ. തെളിവുകളെ സംബന്ധിച്ച് പറയാൻ അല്ലല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ താങ്കളോട്. ജയിലിൽ കിടക്കുന്ന കളവ് കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. ഗോവിന്ദമാഷ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോകുന്നു. അദ്ദേഹത്തോട് യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ എന്തായി പത്മകുമാറിന്റെ കാര്യം ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു. ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഗോവിന്ദമാഷ് പറഞ്ഞത് വേറെ പാർട്ടിയാണ്, വേറെ പാർട്ടിയാന്ന് പറഞ്ഞു. ഞങ്ങളതല്ല, ഞങ്ങൾ CPM-ൽ നിന്ന് വേറെ പാർട്ടിയാണ്. ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സംഘടനാ പദവി രാജിവെപ്പിച്ചു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ലല്ലോ. ഒരു പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ലോ. പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തു, അത് സ്പീക്കറെ അറിയിച്ചു. ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക ഞാൻ പറഞ്ഞു. നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നു. പ്രസിഡന്റ് പറയുന്നത് നടപടി എടുക്കണമെങ്കിൽ ദേശീയ നേതൃത്വമായിട്ട് കൂടി ആലോചിക്കണം. KC വേണുഗോപാൽ തന്നെ പറഞ്ഞ് സംസ്ഥാനത്ത് നടപടി എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ്? അതില് അത് ഒരു കാര്യം KPCC-യുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് നടപടി എടുക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. എല്ലാ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഏതോ ഒരു സ്ഥലത്തെ മാധ്യമ സമ്മേളനത്തിൽ, തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന 25-ൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ്. 25 കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന മുൻ KPCC പ്രസിഡന്റ്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വർക്കിംഗ് പ്രസിഡന്റ്മാർ, ഇവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ 25-ൽ കുറയാത്ത ആളുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ തീരുമാനമെടുത്തത്. ഞാൻ മാധ്യമങ്ങളുടെ വാർത്തയ്ക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല. മുതിർന്ന നേതാക്കന്മാരുമായും AICC-യുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. രാഷ്ട്രീയത്തിൽ കമ്പാരിസനുണ്ട്. കമ്പാരിസൺ രാഷ്ട്രീയത്തിൽ എത്ര അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു MLA ആയ വ്യക്തിയെ പാർട്ടി പോസ്റ്റിൽ നിന്ന് പുറത്താക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, ആ സസ്പെൻഷൻ നടപടികളൊന്നും പിൻവലിക്കാതിരിക്കുകയും അദ്ദേഹത്തെ ഒരു പാർട്ടി പരിപാടിയിൽ ഔദ്യോഗിക സഹകരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ, കളവ് കേസിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ഗൂഢാലോചനയിലും പങ്കാളിത്തത്തിലും പ്രതിയായ ആളുകൾ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളെയും ജനങ്ങൾ ശരിക്ക് തിരിച്ചറിയുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം.